സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയൊരു സംശയമാണ് ഈസ് ബിടെക് ടഫ്. ബിടെക് ടഫാണോ? ഞാൻ സപ്ലൈ അടിക്കും. അതേപോലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച വേറെ ഒരു ചോദ്യമാണ്, ചേട്ടാ ഞാൻ ബിടെക് പഠിക്കാൻ വരികയാണ്, പക്ഷേ എനിക്ക് എന്തെങ്കിലും നല്ല ക്ലാസ്സുകളുണ്ടോ? ഒരു സംശയമില്ല, നിങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്ടെക് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, അതിനുപരി നമ്മൾ മനസ്സിലാക്കുക, നാളെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S1 ബാച്ച്, അതായത് S1 ചന്ദ്ര ബാച്ചിൻ്റെ ലോഞ്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഉണ്ടാവും യൂട്യൂബ് ചാനലിൽ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 11, അതായത് നാളെ 7 മണിക്ക് ആയിരിക്കും ലൈവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാൻ, നിങ്ങളുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരെയും വിളിക്കുക, എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കാണാൻ. നിങ്ങൾക്ക് ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതിൻ്റെ ഉപരി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ഫുൾ ബിടെക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന S1 ചന്ദ്ര ബാച്ച്. ബിടെക് മാത്രമല്ല, ഒരുപാട് സർപ്രൈസ് ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞാൽ രസം ഉണ്ടാവില്ല, അപ്പോൾ ഞാനത് ഫുള്ള് പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടുന്ന് ക്ലിയർ ആവും. കാരണം ബ്രാഞ്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഓൾറെഡി ആ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ എല്ലാ ബ്രാഞ്ചിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. EC, ട്രിപ്പിൾ മെക്ക്, സിവിലിൻ്റെ വീഡിയോ ഇനി വരും, CS ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക. ആൻഡ് പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്, പ്രീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസിക്സ് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ബേസിക്സ് ഇടാൻ ഫ്രീ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സാറിന് ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്കും കാര്യങ്ങളും വെച്ച് നോട്ടിഫൈ ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ നാളത്തെ ലൈവിൽ എല്ലാവരും പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇനിയുള്ള ചോദ്യം, ബിടെക് ടഫാണോ? ഞാനൊരു കാര്യം പറയാം, എൻ്റെ അടുത്ത് കഴിഞ്ഞ 3-4 വർഷം, ഞാൻ ഈ ചാനലല്ല, എനിക്ക് ഇതിന് മുന്നേ വേറെ ചാനലുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ ചാനലുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 വർഷം ഒരു കുട്ടികൾക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ബിടെക് ടഫാണെന്ന് എല്ലാ വർഷവും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ബിടെക് ടഫാണ് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ. നിങ്ങൾ +2 പോലെ തന്നെ എഞ്ചിനീയറിങ്ങിന് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളല്ല ഉള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ടഫ് എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ ഏകദേശം എത്ര മാസം ഉണ്ടാവും? 6 months എന്നൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞാലും ഒരു 3 to 4 അല്ലെങ്കിൽ 3 to 5 ഇടയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, വർക്കിംഗ് ഡേയ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ബിടെക്കിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾ കയറാൻ പോകുന്ന 2024 ഞാൻ സെപ്പറേറ്റ് ഓർഗനൈസേഷൻ വീഡിയോ ചെയ്യും. ഞാൻ വെറുതെ പറയാം, 4 modules ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോയിൽ വ്യക്തമാക്കിയത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ 4 modules. നിങ്ങൾ +2 ഇപ്പം 5 ചാപ്റ്റർ 6 ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ മൊഡ്യൂൾസ് ആയിട്ടാണ് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ +2 പഠിച്ചാൽ 1-2 ചാപ്റ്റർ ഒരുമിച്ചിട്ടൊക്കെ ആയിരിക്കും. ആ ലെവലിൽ ആലോചിച്ചാൽ മതി. പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ഡിഫിക്കൽട്ട് അല്ല. ഇഫ് യു ടേക്ക് അഫ്, ഞാൻ പഠിച്ച ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ട്രിപ്പിളിയാണ്. ഞാൻ ട്രിപ്പിളിയിൽ പഠിച്ചിട്ട് ട്രിപ്പിളിൽ എൻ്റെ CGPA എന്ന് പറഞ്ഞാൽ 8.22 അടുത്താണ് എനിക്ക് CGPA. അതൊരു വളരെ ഒരു ആവറേജ് CGPA ഞാൻ കൂട്ടുന്നുള്ളൂ. അത്ര ടോപ്പായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, അത് ആരും പറയില്ല. ഓക്കെ, 8.22 ഉള്ള CGPA എൻ്റെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബിടെക് ട്രിപ്പിൾ എനിക്ക് ഇതുവരെ സപ്ലി ഉണ്ടായിട്ടില്ല. ഓക്കെ, എഞ്ചിനീയറിംഗിൽ ഇതുവരെ സപ്ലി സപ്ലി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ ഇതുവരെ ജസ്റ്റ് പാസും ആയിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഡീസൻറ്റ് ഗ്രേഡും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ബിടെക്കിന് ഞാൻ കണ്ട രീതിയിൽ നിങ്ങൾ കാണാം, ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. കീമിന് ശേഷം കോളേജിൽ പോയിട്ട് ആവശ്യത്തിന് പഠിക്കും, ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഓരോ ബ്രാഞ്ച്, ഇപ്പോൾ ചില അടുത്തൊരു ചോദ്യം, ട്രിപ്പിൾ എൻ്റെ അമ്മ ഭയങ്കര ടഫാണ്, സിവിൽ ഭയങ്കര ടഫാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, സിവിൽ ഈസിയാണ്, ട്രിപ്പിൾ ടഫാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കമൻറ്റ് കണ്ടു. ദാറ്റ്സ് 100% റോങ് ആണ്. ഓരോ കുട്ടികളുടെ പാഷൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്തു വെച്ചു, അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് എത്ര സബ്ജക്റ്റ് ഉണ്ട്, എങ്ങനെ പഠിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ സബ്ജക്റ്റ് കേൾക്കുന്നതിൻ്റെ ബിടെക് ടഫാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ, ബിടെക് ഇസ് നോട്ട് ടഫ്, ഇറ്റ്സ് എ ചലഞ്ചിങ് കോഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചലഞ്ച് ഉണ്ട് ആ കോഴ്സിനകത്ത്. ഓക്കെ, ചാലഞ്ചിങ് കോഴ്സ് എന്നാണ് ഞാൻ ബിടെക്കിന് എപ്പോഴും വിളിക്കാറ്. ഒരു ചലഞ്ച് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വർക്ക് എടുക്കുക, അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് പാസ് ആവും. ഞാൻ വെറുതെ പറയില്ല, അത്യാവശ്യം പക്ഷേ വർക്ക് എടുക്കണം. നല്ല നോട്ട്സ്, അല്ലെങ്കിൽ നല്ല നോട്ട്സ് ടെക്സ്റ്റ് വായിച്ച് പ്രിപ്പയർ ചെയ്യുക. നമുക്കിവിടെ സ്കൂളിൽ പഠിച്ച മാതിരി ടെക്സ്റ്റ് പുസ്തകം ഒന്നും ആരും കൊണ്ടുതരില്ല. നമുക്ക് സിലബസിൽ കുറച്ച് ടെക്സ്റ്റ് പറയും. അപ്പോൾ വലിയ ടെക്സ്റ്റ് ആയിരിക്കും, അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ഒരു വലിയ ടെക്സ്റ്റ്, 1000 പേജ് ടെക്സ്റ്റിൽ ചിലപ്പോൾ ഒരു 100 പേജൊക്കെ നമുക്ക് 100-150 പേജൊക്കെ ആയിട്ട് പഠിക്കാനുണ്ടാവുള്ളൂ. ആ പേജ് നമ്മൾ കൃത്യമായി വായിച്ച് കണ്ടുപിടിച്ച് നോട്ട്സ് സിലബസ് നോക്കി പോയിന്റ് വൈസ് എഴുതി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ നല്ല എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ബിടെക്കിൽ നമ്മൾ വർക്ക് കുറച്ച് കൂടുതൽ എടുക്കാനുണ്ടാവും. ഓക്കെ, അത് ജെന്യുവൻ ആയിട്ടുള്ളതായിരിക്കും. അത്യാവശ്യം വർക്ക് എടുക്കാണ്ട്, വർക്ക് ഈക്വൽ ടു റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുള്ള റിസൾട്ട് ഉറപ്പാണ്. ഈ വർക്ക് കൊടുക്കൂല, പഠിക്കാനും വയ്യാന്നൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ സപ്ലി അടിച്ചോളൂ. സത്യമായിട്ട് പറയാമല്ലോ, സപ്ലി അടിക്കും, ഉറപ്പാണ്. അപ്പോൾ അത്യാവശ്യം എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അല്ലാതെ വെറുതെ ബിടെക്കിന് കയറി വന്നാലുള്ള പ്രശ്നമുള്ളൂ. അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ എക്സാം ആകുമ്പോൾ ഒരു ചൂടുണ്ടാവണം. അതിന് അത്യാവശ്യം വൃത്തിക്ക് പഠിക്കുക, അതിന് നല്ല മെറ്റീരിയൽസും കാര്യം യൂസ് ചെയ്ത് വൃത്തിക്ക് പഠിച്ച് പോവുക. വേ ഓഫ് റൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വേറെ വിളിച്ചു. അപ്പോൾ ഈ വീഡിയോയിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറത്ത് കേട്ട പെർസ്പെക്റ്റീവ് ഇല്ല, വർക്ക് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്. എന്ന് വെച്ചാൽ ഭയങ്കര വർക്ക്, രാവും പകലും കണ്ണും തുറന്ന് വെച്ചിട്ട് 24 മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ യാതൊരു സംഭവം ബിടെക്കില്ല.
ഡെയിലി 1 മണിക്കൂർ അല്ല ഡെയിലി 30 മിനിറ്റ് പഠിച്ചാൽ എക്സാമിന് എസ് അടിക്കാൻ പറ്റും ബിടെക്കിൽ. സത്യമായിട്ട് പറയണം, വളരെ ജെന്യൂൻ ആയിട്ട് പറയണം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയണം. ഇനിയിപ്പോൾ ഇതിനെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടോ, അതെനിക്ക് പ്രശ്നമില്ല. ഞാൻ ജെന്യൂൻ ആയിട്ടേ പറയുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾ വീക്ക്ലി ഒരു 3 മണിക്കൂർ പഠിക്കണം, അതും ഓക്കെയാണ്. ഇനിയിപ്പോൾ എക്സാമിന് നമുക്ക് 10 ദിവസം ലീവ് ഉണ്ടാവും, ആ ടൈമിലും പഠിക്കണം. പക്ഷേ ബേസിക്സ് മനസ്സിലാക്കി പോകണം. അപ്പോൾ ഒരിക്കലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ എത്താതെ നേരത്തെ പഠിച്ചു തുടങ്ങി എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. എഞ്ചിനീയറിംഗ് പേപ്പേഴ്സ് ക്ലിയർ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടിയെന്നിരിക്കുന്നു. അപ്പോൾ ബിടെക്കിൻ്റെ ഫുൾ ഓറിയൻറ്റേഷൻ മിസ്റ്റർ എഞ്ചിനീയർ യൂട്യൂബ് ചാനലിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ മിസ്റ്റർ എഞ്ചിനീയർ ചാനൽ നിങ്ങൾക്ക് അറിയാം, മിസ്റ്റർ എഞ്ചിനീയർ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഓറിയൻറ്റേഷൻ വരുന്നതായിരിക്കും. സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു.